ഇത് നമ്മുടെ മൗലിക്കുട്ടിന് ദത്തുകൊടുക്കൽ നേർച്ചയായിരുന്നു കേട്ടോ. അപ്പം ദത്തുകൊടുക്കൽ നേർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാം. അപ്പം നമ്മൾ ചോറ് കൊടുപ്പിന് മുമ്പായിട്ട് നമ്മളൊരു ദത്തുകൊടുക്കൽ നേർച്ച മോനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ കൊച്ചുമലയാലപ്പുഴ ക്ഷേത്രത്തിലാണ്. അത് കരമനയെടുത്താണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. അപ്പം ആ ഒരു തിരുമേനിയുടെ മോളൊന്നും അവിടെ ഉണ്ടായിരുന്നു. അപ്പം മൗലിക്കുട്ടിനെ കണ്ടുടനെ കുറച്ച് നേരം വന്ന് കളിപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മുണ്ടൊക്കെ ഉടുപ്പിച്ച് നമ്മൾ ദേവിക്ക് അവനെ സമർപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പടിക്കെല്ലാം ഒരുക്കി വെച്ച് പൂമാലയും ഒരു കല്യാണത്തിൻ്റെയൊക്കെ പോലെയാണ് കേട്ടോ നമ്മളത് ദേവിക്ക് വാവയെ കൊടുക്കുന്ന രീതിയിൽ. കാരണം കോവിലിനകത്ത് കൊണ്ടുപോയി കിടത്തി ഒരു മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് തിരിച്ചു തരാം. അപ്പം നമ്മൾ എല്ലാം ദേവിക്ക് സമർപ്പിക്കണം. സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പം ഓരോന്നും നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ മോനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തിരുമേനി കൈ കാണിച്ച ഉടനെ തന്നെ നമ്മുടെ മോൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇവർക്ക് ഒരു 1-2 വർഷത്തോളം മക്കളില്ലാത്തതുകൊണ്ട് ഈ അമ്പലത്തിൽ വന്നവർ ഒരുപാട് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ അതിനുശേഷമാണ് കേട്ടോ നമുക്ക് മൗലിക്കുട്ടനെ കിട്ടുന്നേക്കാം. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ആചാരവും വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്കും അതിൻ്റെതായ കുറച്ച് ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. അപ്പം നമുക്കത് നേർച്ച ഉണ്ടായിരുന്നു. ചോറൂണ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ദത്തുകൊടുക്കൽ നേർച്ച, കാരണം ദേവിക്ക് സമർപ്പിക്കണം എന്ന്, അതിനുശേഷം മാത്രമേ കൊടുക്കാവൂ. അപ്പം നമ്മൾ 5-ാം മാസമായപ്പോൾ തന്നെ അമ്പലത്തിൽ കൊണ്ടുവന്ന് ആ ഒരു ദത്തുകൊടുക്കൽ നേർച്ച നമ്മളത് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ വീഡിയോ ഞങ്ങൾ ഇപ്പം ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അതുകൊണ്ടാണേ നമ്മൾ മോനിപ്പം ചോറ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ ഭഗവാന്മാരുടെ അടുത്തും കൊണ്ടുപോയിട്ട് തിരുമേനി തന്നെയാണ് കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. മോന് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിക്കണം. അപ്പം ഞങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അവിടെ അലൗഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മൾ പപ്പയും അമ്മയൊന്നും വന്നില്ലായിരുന്നു കേട്ടോ. ഏട്ടനും ഒക്കെ ഡ്യൂട്ടി ആയിരുന്നു. കാരണം പെട്ടെന്നൊരു ഡേറ്റ് നമുക്ക് ഈ ഒരു 5 മാസം തീരുന്നതിന് മുമ്പ് തന്നെ എടുക്കണമായിരുന്നു കേട്ടോ. അപ്പം തിരുമേനിയും ഇവിടെ ഇല്ലായിരുന്നു. പൂജ ആവശ്യങ്ങൾക്ക് ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പോഴായിരുന്നു ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഡേറ്റ് എടുത്ത് അങ്ങനെ അങ്ങ് ദത്തുകൊടുക്കൽ നേർച്ച അങ്ങ് പൂർത്തിയാക്കാമെന്ന് വെച്ചാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതിനുശേഷം നമ്മൾ മൗലിക്കുട്ടിനെ തിരുമേനി എടുത്തുനിന്ന് വിഷ്ണു ഒന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ വരുന്നില്ലെന്ന് പറയുവാണ്. അവൻ ഇങ്ങനെ യാതൊരു മൈൻഡും ഇല്ലാതിരിക്കുവാണ് കേട്ടോ. ഞാൻ അതിനുശേഷം ചിന്നു ഒന്ന് കൈ കാണിച്ചു ഉടനെ അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാനും വിഷ്ണുവും ചിന്നുവും നമ്മുടെ കസിൻ കണ്ണനും ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. വേറെ ആരും ഫാമിലിയിൽ നിന്നും ആരെയും പങ്കെടുപ്പിച്ചില്ലെന്നല്ല, നമ്മൾ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ആരെയും അറിയിക്കാനായിട്ട് വിട്ടുപോയില്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിലൊരു അടിപൊളിയായിട്ടൊക്കെ തന്നെ നടത്തണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഞാനും കണ്ണനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു തരുവാണ് കേട്ടോ. പിന്നെ നമ്മൾ പൂജയും കാര്യങ്ങളും ഒക്കെ എല്ലാം കഴിഞ്ഞു. അതിനുശേഷം തേങ്ങയൊക്കെ ഉടച്ചൊക്കെ കഴിഞ്ഞ് അതിനുശേഷം നമ്മളിനി ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ മൗലിക്കുട്ടിന് ചോറൂണാണ് കേട്ടോ. അത് ഇവിടെ അല്ല, ആറ്റുകാൽ ക്ഷേത്രത്തിലാണ്. അത് നമ്മൾ 6 മാസം തുടങ്ങും